ഹലോ ഗായ്സ്. അപ്പൊ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നമ്മുടെ മന്ത്രകോടി ഷോപ്പിംഗ് വ്ലോഗ് ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഓൾറെഡി വെഡിങ് സീരീസിന്റെ എല്ലാ വീഡിയോസും ഞാൻ ഇങ്ങനെ അപ്ലോഡ് ചെയ്ത് വരുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ മന്ത്രകോടി എടുക്കാൻ പോയതിന്റെ ഒരു കുട്ടി വ്ലോഗാണ് കേട്ടോ. അപ്പൊ നമ്മൾ പോയത് ജയലക്ഷ്മിയാണ്, തൃശ്ശൂര് ജയലക്ഷ്മിക്കാണ് പോയത്. അപ്പൊ ചേട്ടനും മമ്മിയും ചേച്ചിയൊക്കെ അങ്ങോട്ടാണ് കേട്ടോ വരിക. അപ്പൊ അവര് വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ നമ്മൾ വിചാരിച്ചു ബിജോയ് ചേട്ടനൊക്കെ ഡ്രസ്സ് ഒന്ന് നോക്കാലോ എന്ന് വിചാരിച്ച് നമ്മളൊന്ന് ഷോപ്പിന്റെ ഉള്ളിലേക്ക് കേറാണ് കേട്ടോ. അപ്പൊ നമ്മൾ ഉള്ളിലേക്ക് പോവാണ്. എന്നിട്ട് നമുക്ക് മെൻസ് സെക്ഷനിലേക്ക് പോവാം. അപ്പോൾ ചേട്ടന് നമ്മൾ ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. എൻ്റെ ബ്രദർ ഇൻ ലോയാണ് ബിജോയ് ചേട്ടൻ എന്ന് പറയണേ. അപ്പോൾ ആൾക്ക് നമ്മൾ ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ചേട്ടന് ഡ്രസ്സ് എടുക്കാനാണ് നമ്മളിപ്പോൾ പോണേ. അപ്പോഴേക്കും മമ്മിയും ചേട്ടനും ചേച്ചിയും ഒക്കെ എത്താന്നാണ് കേട്ടോ പറഞ്ഞത്. അപ്പോൾ ഈ വ്ലോഗ് ഞാൻ 2 പാർട്ടായിട്ടാണ് ഇടുക. ഒന്ന് മന്ത്രകോടി ഷോപ്പിങ്ങും, പിന്നെ അതുപോലെ തന്നെ ഇത് കഴിഞ്ഞ് നമ്മൾ നമ്മുടെ താലിയും കാര്യങ്ങളൊക്കെ എടുക്കാൻ പോയില്ലേ, അപ്പൊ അതുകൂടി ഒരു കുട്ടി വ്ലോഗായിട്ട് അപ്ലോഡ് ചെയ്യാം കേട്ടോ. സോ നമ്മള് കേറി നമുക്കപ്പോ മെൻസ് സെക്ഷനിലേക്ക് പോവാം. ഇറങ്ങിട്ട് പറയേ. അപ്പൊ നമ്മളിപ്പോ ഉള്ളത് 4th എന്തോ ഫ്ലോർ ആണെന്ന് തോന്നുന്നു. മെൻ സെക്ഷനിലേക്ക് വന്നു. അപ്പൊ ചേട്ടന് ഷർട്ട്സ് ഒക്കെ നോക്കിട്ടോ. അപ്പോൾ ആളൊക്കെ അതൊക്കെ ഇട്ട് നോക്കാനൊക്കെ ആയിട്ട് പോയി കാണും. അപ്പൊ ഞാനും മമ്മിയും ചേച്ചിയും പിന്നെ എൻ്റെ വെല്ലുമിച്ചൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളൊക്കെ ഈ ഒരു സോഫയിൽ സീറ്റ് പിടിച്ചിരിക്കുകയാണ്. കാരണം നടക്കാനൊന്നും വയ്യായിരുന്നു. ഒട്ടും ഭയങ്കരമായിട്ട് ടയേർഡായിട്ടുണ്ടായിരുന്നു. കാരണം കുറച്ച് ദിവസമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ നമുക്ക് നല്ല വയ്യായിക ഉണ്ടായിരുന്നു. എന്നാലും ഞാൻ വീഡിയോസ് ഒക്കെ എടുത്ത് വെക്കുകയാണ്. കാരണം ഇതൊരു വലിയൊരു മെമ്മറി അല്ലേ. ഇനി എപ്പോഴെങ്കിലും നോക്കുമ്പോഴാണെങ്കിലും നമുക്കിതൊക്കെ കാണാലോ. അപ്പൊ ദേ ചേട്ടനും എല്ലാവരും എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ മമ്മിയും പിന്നെ ചേട്ടന്റെ രണ്ടാമത്തെ ചേച്ചിയും ഉണ്ട്. ചേട്ടന് 2 ചേച്ചിമാരല്ല. അപ്പൊ അതിനകത്ത് ഒരു ചേച്ചി പുറത്താണ്. അപ്പൊ ഒരു ചേച്ചി വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ അവര് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോ അവരുടെ അടുത്തേക്ക് പോവാണ് കേട്ടോ. അപ്പൊ അവര് സാരീസ് ഒക്കെ നോക്കാൻ വേണ്ടി നിൽക്കായിരുന്നു. അപ്പൊ ഇതാണ് അവര്. മമ്മീനെ പിന്നെ ഓൾറെഡി ഞാൻ ഇനിയിപ്പോ വ്ലോഗിലൊക്കെ കണ്ടിട്ടുണ്ടാവും. പിന്നെ ഇതാണ് രണ്ടാമത്തെ ചേച്ചി കേട്ടോ. അപ്പൊ നമ്മള് ഡ്രസ്സൊക്കെ നോക്കി തുടങ്ങിട്ടോ. ഡ്രസ് മീൻസ് മന്ത്രകോടിയൊക്കെ നോക്കി തുടങ്ങി. അപ്പോൾ എനിക്ക് കൂടുതലും ഒരു ഈ റെഡിഷ് ടൈപ്പുള്ള മന്ത്രകോടി വേണം എന്നൊക്കെ ആയിരുന്നു ആഗ്രഹം. അല്ലെങ്കിൽ ഒരു പിങ്ക് ഒക്കെ വേണം തന്നെയായിരുന്നു. അപ്പോൾ സത്യത്തിൽ നമ്മൾ പറയുകയാണെങ്കിൽ നമ്മൾ ഒരുപാട് സാരി വെച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാരി ഞാനത് നിങ്ങളോട് ലാസ്റ്റ് പറയാം. കാരണം ആദ്യം തന്നെ അത് പറഞ്ഞ രസമല്ലല്ലോ. അപ്പൊ അങ്ങനെ അപ്പൊ നമ്മൾ ഒരുപാട് സാരികളൊക്കെ വെച്ച് നോക്കിട്ടോ. അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ ജയലക്ഷ്മിയില്. അപ്പൊ എനിക്ക് നല്ല ഇഷ്ടമായി പേഴ്സണലി. അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് തന്നെയാണ് ബെട്രോത്തലിനും എടുത്തത്. പക്ഷെ ബെട്രോത്തിൽ എടുത്തത് എറണാകുളത്തുള്ള ബ്രാഞ്ചിൽ നിന്നാണ്. അപ്പൊ അങ്ങനെ കേട്ടോ. ഞാനപ്പോ ഫസ്റ്റ് എടുത്ത ഒരു സാരി ഇതാണ് കേട്ടോ. അത് കഴിഞ്ഞ ശേഷം ഒരുപാട് സാരീസ് എടുക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ഫൈനലി ഏതാണ് സെലക്ട് ചെയ്തതെന്ന് ഞാൻ ലാസ്റ്റ് എന്തായാലും വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാം. വളർന്നിട്ടില്ല കുഞ്ഞു പൊട്ടി വണ്ടി. ഞാൻ പിന്നെ എടുത്തത് ഈ ഒരു കളറാണ് കേട്ടോ. ഇതൊരു ബേബി പിങ്ക് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ടോൺ വരുന്നതാണ്. പക്ഷെ ഇതെനിക്ക് ഇഷ്ടമായി. എന്നാ ഒരു നല്ലൊരു ഉതിപ്പ് നമുക്ക് കിട്ടാത്ത പോലെ തോന്നിയായിരുന്നു എൻ്റെ ഫേസിനൊക്കെ. എന്നാൽ ചെറുതായി ചേരുന്നുണ്ട്. അങ്ങനത്തെ ഒരു കൺഫ്യൂസ് ചെയ്ത ഒരു സാരി ആയിരുന്നു. അപ്പോൾ ഈ 2 ചേച്ചിമാരെ കുറിച്ച് പറയാതിരിക്കാൻ വയ്യ. 2 പേരും നല്ല അടിപൊളിയായിരുന്നു. ജിഷാന്നും പിന്നെ അഞ്ജു എന്ന് പറഞ്ഞിട്ടൊരു ചേച്ചിയായിരുന്നു. ജിഷ എന്ന് പറഞ്ഞ ചേച്ചി ഭയങ്കര ഇതായിരുന്നു കേട്ടോ. കാരണം ആ ചേച്ചി ഭയങ്കരമായിട്ട് നമ്മൾ വീഡിയോ എടുക്കുന്നൊക്കെ കണ്ടപ്പോൾ ഇങ്ങനെ ചാനലിനെ കുറിച്ച് ചോദിക്കുകയും, അതുപോലെ തന്നെ നമ്മുടെ വലിയ ചാനലൊന്നല്ലല്ലോ. അപ്പൊ എന്നാലും ആ ചേച്ചി ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ പറഞ്ഞു, വീഡിയോസ് ഒക്കെ എടുക്ക്, എന്നാലല്ലേ നമുക്ക് ഇങ്ങനെ കുറെ സാരി ഒക്കെ എടുക്കുക, അപ്പൊ രസം ഉണ്ടാവും വീഡിയോ കാണാൻ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഇതായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. പേഴ്സണലി ചേച്ചിനെ ഭയങ്കര ഇഷ്ടമായി. അപ്പൊ അങ്ങനെ പിന്നെ നമ്മൾ ഒരുപാട് സാരീസ് എടുത്തോട്ടോ. അതിനകത്ത് ഈ ഒരു ബ്രൗൺ ടച്ചുള്ള സാരികളൊക്കെ ഒരുപാട് നോക്കിയായിരുന്നു. കാരണം ഞാൻ അങ്ങനെ
ഒരു ബ്രൗൺ കളറൊക്കെ വരുന്നത് എനിക്ക് ഇഷ്ടമായിരുന്നു. പിന്നെ അതിൻ്റെ ഇടയിൽ ചേട്ടനും മമ്മിയും എല്ലാവർക്കും ഒരു കോഫി ഒക്കെ കൊണ്ടു കൊടുത്തിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും കോഫി കൊണ്ടു കൊടുത്തിരുന്നു കേട്ടോ. അപ്പൊ ഞാൻ പിന്നെ ലാസ്റ്റാണ് കുടിച്ചത്. അപ്പോൾ ഞാൻ അതിന് ശേഷം വീണ്ടും നമ്മൾ സാരി നോക്കാനായിട്ട് പോയി. അപ്പോൾ ഈ ഒരു ഗ്രീൻ നോക്കിയിരുന്നു കേട്ടോ. ഗ്രീനിൽ എനിക്ക് ഇഷ്ടമായി. എന്നാ ഒരു ഇതിനൊരു ഒരു ബ്ലാക്ക് കളറിന്റെ ഒരു ടച്ച് പോലെ ഫീൽ ചെയ്യുന്നു. എന്നാ നമുക്ക് ഭംഗിയുണ്ടെന്നാ ഒരു നല്ലൊരു ഉതുപ്പ് തരാത്ത പോലെ തോന്നി. മന്ത്രകോടി എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഇച്ചിരി കൂടി ഒരു ആ ഒരു സ്റ്റേജിൽ നമുക്ക് ആ ഒരു ഷോ ഉണ്ടാവണ്ടേ, നമുക്ക് ആ ഒരു ലൈറ്റും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നല്ലൊരു ബ്രൈറ്റ്നെസ് ഒക്കെ ഫീൽ ചെയ്യണ്ടേ. അപ്പൊ അതില്ലാത്തത് കൊണ്ട് നമ്മളിങ്ങനെ കമ്പയർ ചെയ്ത് നോക്കാണ് ഫസ്റ്റ് എടുത്തതും പിന്നെ ഇപ്പോഴത്തെ ഇതുകളൊക്കെ നോക്കാണ് ഏതാണ് ഇഷ്ടമായെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. അപ്പൊ അതിൻ്റെ ഇടയിൽ ഒരുപാട് ആൾക്കാരൊക്കെ വന്നിട്ട് ഇതേപോലെ സാരീസ് ഒക്കെ ഒരുപാട് നോക്കുന്നുണ്ട് കേട്ടോ, ഈ ബ്രൈഡൽ കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ നമുക്ക് ഒരു പിങ്കിഷ് ഇത് മതി എന്ന് വിചാരിച്ചിട്ട് ജിഷ ചേച്ചി ഒരുപാട് പിങ്ക് കളറായിട്ടുള്ള മന്ത്രകോടികളൊക്കെ വന്ന് കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. അപ്പൊ അതൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷമായി. ആ ചേച്ചി ഒരുപാട് കഷ്ടപ്പെട്ട് എനിക്ക് വേണ്ടിയിട്ട് നോക്കിയായിരുന്നു. അപ്പോൾ ഞാൻ കൂടുതലും എനിക്കൊരു പിങ്ക് ഒക്കെ ഭയങ്കര ഇഷ്ടമുണ്ട്. പിങ്ക് അല്ലെങ്കിൽ റെഡ് ടച്ച് ഒക്കെ വരുന്ന മന്ത്രകോടിയാണ് ഞാൻ പ്രിഫർ ചെയ്തിരുന്നത്. അപ്പൊ അതുപോലെ തന്നെ ലാസ്റ്റ് പക്ഷെ കിട്ടിട്ടോ. പിന്നെ നമുക്ക് കൺഫ്യൂസിങ് ആയപ്പോൾ ഈ ഒരു പിങ്കിൽ തന്നെ ഒരുപാട് വെറൈറ്റീസ് അവര് നമുക്ക് വേണ്ടി കാണിച്ചു തന്നു കേട്ടോ. അപ്പൊ ഒരുപാട് ചേച്ചിമാരൊക്കെ വന്നിട്ട് ഒരുമിച്ചാണ് നമുക്ക് കാണിച്ചു തന്നത്. കാണാത്ത കളറാ പക്ഷെ എല്ലാ സാരീസിന്റെ കൂടെയും നമ്മൾ ആദ്യം എടുത്ത പിങ്ക് സാരി ഇത്രയ്ക്ക് അധികം നോക്കുന്നത് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും ഈ സാരിയാണ് കേട്ടോ നമ്മൾ ഫൈനലി നമ്മൾ സെലക്ട് ചെയ്തത്. അപ്പോൾ ഇത് വെച്ചിട്ടാണ്, ഇത് ആദ്യം എടുത്ത സാരിയാണ് കേട്ടോ ഞാൻ. അപ്പോൾ എനിക്ക് ആദ്യം എടുത്ത സാരി തന്നെ ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അപ്പൊ അതന്നെയാണ് നമ്മൾ മന്ത്രകോടി ആക്കിയതും. അപ്പോൾ ഇതൊക്കെ ഞാൻ എടുത്തു നോക്കിയ സാരികൾ തന്നെയാണ് കേട്ടോ. ഈ ഒരു പർപ്പിൾ കളറൊക്കെ എടുത്തു നോക്കിയിട്ടുണ്ടായിരുന്നു. ഇതും എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു, എന്റെ മുഖത്തിന് ചേരുന്നത് പോലെ തോന്നിയായിരുന്നു. പക്ഷെ എന്നാൽ കൂടി നമ്മൾ ആ പിങ്ക് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പിങ്ക് കൊടുത്ത ഒരു ബ്രൈറ്റ്നെസ് എന്റെ ഫേസിന് ഈ സാരീസ് ഒന്നും തരുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ പേഴ്സണലി ആ പിങ്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അതിന്റെ പാറ്റേണും കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമുണ്ടായിരുന്നു. പിന്നെ എല്ലാവർക്കും കേട്ടോ, എൻ്റെ കൂടെ വന്ന എല്ലാവർക്കും മൊത്തം ഫാമിലിക്ക് ഇഷ്ടപ്പെട്ടത് ആ പിങ്ക് ആയിരുന്നു. അപ്പൊ ഞങ്ങൾ എല്ലാ സാരീസ് വരുമ്പോഴും ഇതായിട്ട് കമ്പയർ ചെയ്യുമായിരുന്നു. അപ്പൊ അതാണ് എല്ലാ സാരീസിന്റെ കൂടെയും ആ പിങ്ക്. അതുപോലെ തന്നെ ഇത് ആദ്യം എടുത്ത മന്ത്രകോടിയാണ് കേട്ടോ. നമ്മൾ ആദ്യമായിട്ട് ട്രയൽ ചെയ്തത് അതന്നെയാണ് നമ്മൾ എടുക്കുന്നതും. അപ്പോൾ മന്ത്രകോടി എനിക്ക് തോന്നുന്നു 1 മണിക്കൂറിൽ ഉള്ളിൽ തന്നെ നമ്മൾ മന്ത്രകോടി നമ്മൾ സെലക്ട് ചെയ്തു. വളരെ സമയം കുറവിലാണ്, നമ്മൾ അത്രയ്ക്ക് ഇഷ്ടമായി നമുക്കത്. പിന്നെ നല്ല പാറ്റേണും എന്നാൽ അതിനനുസരിച്ച് റേറ്റും ഉണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല റേറ്റും ഉണ്ടായിരുന്നു മന്ത്രകോടിക്കൊക്കെ. പിന്നെ നമ്മൾ ഇങ്ങനത്തെ ടിഷ്യൂവിന്റെ സാരീസ് ഒക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു, പക്ഷെ അതൊന്നും അങ്ങനെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ മന്ത്രകോടി കൂടുതലും ക്രിസ്ത്യൻസ് അങ്ങനെ ഇങ്ങനത്തെ ടിഷ്യൂസ് അങ്ങനെ യൂസ് ചെയ്ത് കണ്ടിട്ടില്ല. വെല്ലുമിച്ചിടെ സെലക്ട് ചെയ്തത് ആദ്യത്തെ വെല്ലുമിച്ച് പറഞ്ഞ പറഞ്ഞോളൂ. ലേറ്റാ വന്നാൽ ലേറ്റസ്റ്റാ വരും. അയ്യോ 2 കളർ പോരെങ്കിൽ അപ്പൊ നമ്മൾക്ക് അങ്ങനെ അതൊന്നും അത്ര ഇഷ്ടമുണ്ടായിരുന്നില്ല. പിന്നെയും എന്നാലും നമ്മൾ വീണ്ടും കുറെ സെർച്ച് ചെയ്തു കേട്ടോ. കാരണം നമ്മൾ ചെന്ന അപ്പൊ തന്നെ 10 മിനിറ്റിനുള്ളിൽ തന്നെ നമ്മൾ സാരി ഉറപ്പിച്ചു. അപ്പൊ പിന്നെ ഇനി എല്ലാവരും പറഞ്ഞു ഇനി നോക്കാതിരിക്കണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് പിന്നെയും ഒരുപാട് കളേഴ്സ് വെച്ച് നോക്കിയത്. പിന്നെ നമുക്കിതൊരു അവസരമാണല്ലോ പെൺകുട്ടികൾക്ക്, അപ്പൊ എല്ലാം ഒന്ന് വെച്ച് നോക്കാന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ ഫസ്റ്റ് എടുത്ത് നോക്കിയ സാരി തന്നെ നമ്മുടെ മന്ത്രകോടി ആയിട്ട് കിട്ടിയിട്ടോ. അപ്പോൾ നമ്മൾ ഇതിനകത്ത് എന്തെങ്കിലും ഡാമേജോ കാര്യങ്ങളൊക്കെ ഉണ്ടോയെന്നൊന്ന് നോക്കായിരുന്നു. അതിന് ശേഷം നമ്മൾ അതിൻ്റെ നമ്മൾക്ക് കെട്ടിടാനൊക്കെ കൊടുക്കത്തില്ലേ, പിന്നെ നൂല് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനായിട്ട് കൊടുക്കാൻ പോവാണ്. ഇഷ്ടമായ വീഡിയോ തകർത്തില്ല നീ ഇഷ്ടമായ അമ്മേ, ഇഷ്ടമായ വെല്ലുമിച്ചി.
അങ്ങനെ ഞങ്ങൾ സാരീൻ്റെ ഇതൊക്കെ നൂല് കാര്യങ്ങളൊക്കെ താലിക്ക് വേണ്ടിയിട്ടുള്ള നൂല് കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുത്തേക്കാണ് അവർക്ക്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്ക് കോഫി കാര്യങ്ങളൊക്കെ അവരിങ്ങനെ അറേഞ്ച് ചെയ്യുമായിരുന്നു. അപ്പോൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ് കേട്ടോ ഞങ്ങളെല്ലാവരും. അങ്ങനെ ഫൈനലി നമ്മൾ 2-3 ഫോട്ടോസ് ഒക്കെ എടുത്ത് നമ്മുടെ സാരി നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞ ശേഷം നമ്മൾ കുറച്ച് ഡ്രസ്സ് കൂടി കാര്യങ്ങൾ ആൻറ്റിമാർക്കൊക്കെ കുറച്ച് സാരീസൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ ശേഷം ഇനി നമ്മൾ പോകുന്നത് ഫുഡ് കഴിക്കാനും പിന്നെ നമ്മുടെ താലി പിന്നെ മാല നമ്മുടെ റിങ് വെഡിങ് റിങ് കാര്യങ്ങളൊക്കെ നോക്കാൻ പോകണമായിരുന്നു. അപ്പോൾ ഇനി അടുത്ത വ്ളോഗ് കുട്ടി വ്ളോഗാണെങ്കിലും അത് അടുത്ത വ്ളോഗായിട്ട് ഒരു പാർട്ട് 2 ആയിട്ട് കാണിക്കാം കേട്ടോ. അപ്പോൾ അതുവരെ ബൈ ബൈ.